ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനദൈവം പ്രാർത്ഥനാ പരമ്പരയുടെ 4-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് കടബാധ്യതകളാൽ വലയുന്നവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ജോലി തടസ്സങ്ങൾ നേരിടുന്നവർക്കും വേണ്ടിയാണ്. സകല ഐശ്വര്യത്തിൻ്റെയും ഉറവിടമായ കർത്താവിൽ നമുക്ക് അഭയം തേടാം. സങ്കീർത്തനം 34:10 ഇങ്ങനെ പറയുന്നു: യുവസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നു പറഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ മുറുകെ പിടിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും കുറവ് ഉണ്ടാകില്ല എന്നാണ് വചനം പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നറിയുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. അവിടുത്തെ വിശ്വസ്തയോടെ അന്വേഷിക്കുന്നവർക്ക് അർഹമായ സമയത്ത് അവിടുന്ന് വഴി തുറന്നു നൽകും, വിശ്വസിച്ചാൽ. സങ്കീർത്തനം 127:1 ഇങ്ങനെ പറയുന്നു: കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം ദൈവാനുഗ്രഹമാണ്. നമ്മുടെ കഴിവിലോ അധ്വാനത്തിലോ മാത്രം വിശ്വസിച്ച് നാം മുന്നോട്ട് പോയാൽ അത് പലപ്പോഴും പരാജയത്തിലേ അവസാനിക്കും. എന്നാൽ കർത്താവിനെ കൂട്ടുപിടിച്ച് നാം ചെയ്യുന്ന ഏതൊരു കാര്യവും, അത് വീട് പണിയായാലും ജോലിയായാലും ബിസിനസ് ആയാലും, അവിടുന്ന് അത് വിജയത്തിലെത്തിച്ചിരിക്കും. നമ്മുടെ കുടുംബങ്ങളെയും സമ്പാദ്യങ്ങളെയും കാത്തു സൂക്ഷിക്കാൻ കർത്താവിൻ്റെ സഹായത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ താഴ്മയോടെ വരുന്നു. കടബാധ്യതകളുടെയും സാമ്പത്തിക തകർച്ചയുടെയും നടുവിൽ തളർന്നിരിക്കുന്ന അങ്ങയുടെ മക്കളെ ഓർത്ത് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അധ്വാനിച്ചിട്ടും ഫലം ലഭിക്കാത്ത അവസ്ഥകൾ മാറട്ടെ. അപ്രത്യക്ഷമായി വന്ന കടങ്ങൾ വീട്ടാൻ അങ്ങയുടെ കരുണയുള്ള ഇടപെടൽ ഉണ്ടാകണമേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ലൊരു വരുമാന മാർഗം തുറന്നു നൽകണമേ. പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ സഹോദരന്റെയും സാമ്പത്തിക കെട്ടുകൾ അഴിയട്ടെ. ഐശ്വര്യവും സമൃദ്ധിയും ഓരോ ഭവനങ്ങളിലും നിറയട്ടെ. അങ്ങയുടെ അത്ഭുതകരമായ പരിപാലനയാൽ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിയമാവർത്തനം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് ഒഴിക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളുടെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേക ജനതകൾക്ക് നീ കടം കൊടുക്കും.
നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. നീ ആരുടെയും അജ്ഞാനവർത്തിയായിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അപകീർത്തി ഉണ്ടാകും. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യക്തിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. നിയമാവർത്തനം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനം. കടബാധ്യയാൽ കഷ്ടപ്പെടുന്നവര് 9 തവണ ചൊല്ലി പ്രാർത്ഥിക്കുക. ഓരോ തവണ ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവത്തിന് നന്ദി പറയുക. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ കടബാധ്യതകൾ ഏറ്റെടുത്തതിന് ഞാൻ നന്ദി പറയുന്നു ദൈവമേ എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നാളെ 5-ാം ദിവസത്തെ പ്രാർത്ഥനയിൽ നമുക്ക് വീണ്ടും കാണാം. ആമേൻ.